ഈ തെരഞ്ഞെടുപ്പ് അഴിമതി. ഇനി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ തെളിവുകളാണ് വരുന്നത്. വോട്ടിംഗ് അഴിമതി അങ്ങനെ പറയണം. വീണ്ടും രണ്ട് തെളിവ്, ഒന്ന് സാഹചര്യ തെളിവ്, ഒന്ന് യഥാർത്ഥ തെളിവ്. അത് കണ്ടിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, തെളിവുകൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണാന്, പക്ഷെ രസം പറഞ്ഞിട്ട് കാര്യമില്ല, ഗുരുതരമാണ് താനോ. ഇന്നലെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? 1,22,000 കളിയില്ലേ? ഇവിടെ 1,00,000 കളി. ഭാരതീയ ജനതാ പാർട്ടി എന്താണ്, TRK കിഷോറോ അങ്ങനെ എന്തൊരു പേര്, കിഷോർ പ്രസാദ്, എത്ര വോട്ടും പെരുക? 1,255,000 അല്ലേ? 55ആണോ 58ആണോ? ഇത് ഒന്നും വലുതാക്കട്ടെ. 255, 1,255,000 ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ താഴേക്ക് നോക്കിയേ, ഭാരതീയ ജനതാ പാർട്ടി 1,46,000. ഇവിടെ 1,256. ഇവിടെ 1,44,000. പിന്നെ ഇവിടെ 1,485,000 അല്ലേ? എങ്ങനെയാണ് നമ്പർ വരുന്ന? അവസാനത്തെ അക്കം മാത്രം തിരിച്ചടിക്കുക, അങ്ങോട്ടും ഇടുക. 1,770,000 അതും ഭാരതീയ ജനതാ പാർട്ടി. ഇതൊക്കെ ജയിച്ച ആൾക്കാരാണ്. 1,00,000 വോട്ട് കിട്ടി ഒക്കെ ജയിച്ച ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വന്നാല് ഭാരതീയ ജനതാ പാർട്ടി 1,343,000 1,477,000. അതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇതും ഭാരതീയ ജനതാ പാർട്ടി 1,496. അല്ലേ? എല്ലാതും 1,00,000 കളി. പിന്നെ ഇവിടെ ഇവരുടെ പിന്തുണക്കുന്ന NDAയുടെ തന്നെ മറ്റൊരു പാർട്ടി ജനതാദൾ എന്താണ്, 1,487,000. ജനതാദൾ യു ഉണ്ടല്ലോ, അത് അങ്ങനെ എന്താണ് 1,487,000, 1,496, 1,477, 1,343. എങ്ങനെയുണ്ട് നമ്പർ? 1,485. ഇഷ്ടപ്പെട്ടോ? ഈ നമ്പർക്ക് ഇഷ്ടപ്പെട്ടോ? ഈ നമ്പർ എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള കണക്കല്ല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണിത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ ജയിപ്പിക്കാനുള്ള അക്കം അടിക്കേണ്ട ദിവസമാണ് വോട്ടെണ്ണൽ. ഇതിൽ തന്നെ ഈ രണ്ട് ഇന്നലെയും ഇന്നും കാണിച്ച തെളിവൊക്കെ ഉണ്ടല്ലോ, ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും ഈ കാണിച്ച തെളിവുകളൊക്കെ നിങ്ങൾ ഒരു കൂട്ടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വോട്ട് എണ്ണുന്ന ദിവസമാണ് ഫുള്ള് ടൈപ്പ് റൈറ്റിംഗ് നടത്തുന്നത്. ടൈപ്പ് റൈറ്റിംഗ്, മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, കുടുകുടുകുടുകുടു ഇങ്ങനെ അടിക്കും. അതുപോലത്തെ പരിപാടി വോട്ട് എണ്ണുന്ന ദിവസം നടത്താണ്. എന്ന് വെച്ചാൽ വോട്ടെണ്ണൽ പോലും ഒരു പ്രഹസനമാണ്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാണ്, എന്നാൽ വോട്ടെണ്ണൽ പോലും ഒരു പ്രഹസനമാണ്. വോട്ടെണ്ണുന്ന ദിവസം ജസ്റ്റ് ജനങ്ങളെ കാണിക്കാനുള്ളൊരു പ്രൊസീജർ. ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു പ്രൊസീജർ മാത്രം. തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രൊസീജർ കാണിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ കൃത്യമായിട്ട് അരങ്ങേറുന്നുണ്ട്. ഇതിന്റെ പിന്നില് വലിയൊരു ഗുണ്ടാ സംഘം, വലിയൊരു തീവ്രവാദി സംഘം ഇങ്ങനെ നടക്കൂലിട്ടതൊന്നും. ഇത്രയും ജനങ്ങൾ വിഡ്ഢികളാക്കണ്ടേ? പിന്നെന്താ ചെയ്യുന്നത്? ഈ പ്രൊസീജിയറൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ജനങ്ങൾ മുമ്പിൽ കാണിച്ചിട്ട് അവിടെ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഇവർക്കൊക്കെ വേമം ജയിക്കുമ്പോൾ അവരുടെ പറയുമ്പോൾ ഈ ജയിപ്പിക്കാൻ ഇരിക്കുന്ന ആൾക്കാരാണ്, ടൈപ്പ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർ, ഇവരുടെ ഏജന്റുമാർ, RSS ഏജന്റുമാർ, അവര് പ്രഷറിലാണ്. അവർക്ക് നല്ല മാനസിക സമ്മർദ്ദം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണ്? അക്കങ്ങൾ തെരഞ്ഞെടുപ്പിക്കുമ്പോൾ തെറ്റു എന്നുള്ള പേടിച്ചിട്ടേ അപ്പൊ പറയുന്നുണ്ടാവും തെറ്റരുത് കേട്ടോ. അപ്പൊ 1,46,000, 1,00,000 അങ്ങനെ 1,00,000 അടിച്ചു കഴിഞ്ഞാല് അക്കങ്ങൾ തെറ്റുമില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഒരക്കം കൂടി നിന്ന് കൂട്ടുക. ഈ അടിക്കുന്ന അടിയിൽ ഒരക്കം കൂടി എന്തായി? 1,00,000 എന്നുള്ളത് 11,00,000 ആവും. അപ്പൊ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് അവസാനത്തെ അക്കം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. അപ്പൊ വോട്ടെണ്ണൽ നടക്കുന്നില്ല, വോട്ടെണ്ണലും വെറുതെയാണെന്ന് ഇതോടുകൂടി മനസ്സിലായില്ലേ? ഇപ്പോഴും കുറെ എന്താ പറയാ ബുദ്ധിജീവികൾ അവരിപ്പോഴും പറയുന്നത് അവിടുന്ന് വോട്ട് ഒഴുകി, ഇവിടുന്ന് വോട്ട് ഒഴുകി, ആദിവാസികളുടെ വോട്ട് കിട്ടി, പിന്നോക്കക്കാരുടെ വോട്ട് കിട്ടി, എന്താണ് നിതീഷ് കുമാറുടെ പ്രഭാവം കാരണമാണ്, അങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഇത്ര തെളിവായി. ഇനി എത്ര വരാൻ കിടക്കുന്ന ആര് കണ്ട്? ഇതിപ്പോ നമ്മൾ ആരും അന്വേഷിച്ചിട്ടില്ല, എന്നിട്ട് വരണേ. ഇനി ഇത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ആരെങ്കിലും ഒരു വലിയൊരു ടീം ഇരുന്ന് ചെക്ക് ചെയ്താൽ ഇതൊന്നല്ല, ഇതിനപ്പുറം വരും. ഓക്കെ, ഇനിതാ ഇത് കോർ തെളിവാണ്, അത് ശരിക്കുള്ള തെളിവാണ്. ഈ സാഹചര്യ തെളിവ് നോക്കാം. പ്രശാന്ത് കിഷോർ ഇവരുടെ മുമ്പ് BJPയുടെ ഒരു സിബന്ധപുത്രനായിരുന്നു. പിന്നെ അവരുമായി തെറ്റിപ്പിരിഞ്ഞ് ജൻസൂരജ് പാർട്ടി എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. അതിന് തോറ്റു തുന്നം പാടി ഒരു സീറ്റും കിട്ടിയില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂപ്പര് പറഞ്ഞതിൽ കാര്യം കിട്ടോ.
കാര്യം ആര് പറഞ്ഞാലും കേൾക്കണം എന്നല്ലേ, ഏത് പരനാറി പറഞ്ഞാലും കേൾക്കണമല്ലോ കാര്യം. അപ്പൊ മൂപ്പര് പറഞ്ഞെന്താ വെച്ചാല്, അതായത് ഈ BJP പിന്നെ JDU നിതീഷ് കുമാറിന്റെ പാർട്ടിയോ മത്സരിക്കാത്ത ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, ഒരുപാടെണ്ണുണ്ട്. പക്ഷെ അവിടെ മത്സരിച്ചതാരറിയോ? ഈ NDA തന്നെ ഏതൊക്കെയോ കേട്ടുകേൾവില്ലാത്ത മൂപ്പരുടെ പാർട്ടി പോലെ തന്നെ പുതിയ പുതിയ പാർട്ടിക്കാര്. അപ്പൊ എന്താ വെച്ചാൽ ആ പാർട്ടിയൊക്കെ അമിത്ഷയും മോദിയും കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. തൽക്കാലം ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. കാരണം എല്ലാ സീറ്റും BJP കിട്ടി എന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പൊ BJPയുടെ ബിനാമികളെ നിർത്തി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ഒക്കെ അവർ ചെയ്യാലോ, പെട്ടെന്ന് ചെയ്യാലോ. കാരണം അവരാണല്ലോ ഭരണത്തിലിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിർത്തി കുറെ ആൾക്കാരനെ ചിഹ്നം, തവള, തീപ്പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ചിഹ്നം പോലും ആർക്കും അറിയില്ല, ഈ ആളിനെ ആർക്കും അറിയില്ല, ഇങ്ങനത്തെ ഒരു പാർട്ടി ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നിട്ടില്ല ആ ഭാഗത്തൊക്കെ. ഒരുപാട് മണ്ഡലമുണ്ട്, ഏതാണ്ട് 10-25 മണ്ഡലങ്ങളിൽ ഇവർ മത്സരിച്ചിട്ടില്ല, അതിൽ കൂടുതൽ മത്സരിച്ചിട്ടില്ല. പക്ഷെ ഈ കുറച്ച് മണ്ഡലങ്ങളിലത്തെ കാര്യം പറയാണ്. അവിടെ നിന്ന ഈ ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറെ പാർട്ടിക്കാർ ഒക്കെ BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി തന്നെയാണ് കേട്ടോ. പക്ഷെ അത് ജനങ്ങൾക്ക് അറിയില്ലല്ലോ. ജനങ്ങൾക്ക് അത് അറിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഈ പാർട്ടി ഏതാണ്, ചിഹ്നം ഏതാണ്, ആരാണ് മത്സരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും അറിയില്ല കേട്ടോ. അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ കോൺഗ്രസ് പിന്നെ മറ്റേ എന്താണ് RJD, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പാർട്ടിക്കാരാണല്ലോ അവിടെ. അതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ബീഹാറിൽ. പിന്നെ ഇയാളുടെ പാർട്ടിയും ഉണ്ട്. പിന്നെ ഇയാളാണെങ്കിൽ അവിടെ പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട് ഈ മേഖലയിലൊക്കെ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ പുതിയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ആരോരും അറിയാത്ത പാർട്ടി ഉണ്ടല്ലോ, അതിന് ലക്ഷക്കണക്കിന് വോട്ട്. ഇവർക്കാണെങ്കിൽ ഒരു ചുക്കുഞ്ഞുണ്ടാവില്ല. ഇയാൾക്ക് പിന്നെ വോട്ടേ ഇല്ല, 300-400 വോട്ടേ ഉള്ളൂ. RJDക്കും കോൺഗ്രസിനൊക്കെ പിന്നെ 1300 വോട്ട്, 1200 വോട്ട് ഇങ്ങനെ കിട്ടിക്കണത്. പക്ഷെ ഒരു കേട്ടുകളില്ലാത്ത, ആർക്കും അറിയാത്ത ചിഹ്നം, ആർക്കും അറിയാത്ത ആൾക്കാർക്ക് 1 ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് മുമ്പ് പറയാണ്. ഐ വോണ്ട് ടു ടെൽ ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അപ്പൊ അതായത് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള, അവർ ഇതൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാരണം അവരോട് പറഞ്ഞിട്ടില്ല കാര്യമുള്ളൂ, അല്ലാതെ ഈ കേരളത്തിൽ കാണുന്ന ബുദ്ധിജീവികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരു കേട്ടുകേൾവി എത്ത പാർട്ടിക്കൊക്കെ 1 ലക്ഷം ഇങ്ങനെ വോട്ട് വരാണ്. എങ്ങനെയാണ് വന്നത് നമുക്ക് തുറന്നു പറയുന്നുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാണെന്നാണ് പറയുന്നത്. കാരണം ഇവരൊന്നും തന്നെ അടുത്ത ലെവലിലേക്ക് കടന്നിട്ടില്ല. മോഷണത്തിന്റെ അടുത്ത ലെവലുണ്ടല്ലോ, അങ്ങോട്ട് ഇവർ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതെങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത്. 1 ലക്ഷം വോട്ടുകളിലെ ഈച്ച് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പ്രശാന്ത് കിഷോർ പറയാണ്. അപ്പോ ഇയാൾക്കറിയില്ല, കേൾക്കുന്നവർക്ക് അറിയില്ല, പക്ഷെ നമുക്കറിയാം. നമുക്കറിയാം എങ്ങനെ 1 ലക്ഷം വന്നുള്ളത്. എന്തായാലും 1 ലക്ഷം ആൾക്കാരോട് പോയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം അറിയാത്തൊരു പാർട്ടിക്ക് ആരപ്പോ 1 ലക്ഷം ആൾക്കാരോട് പോയി വോട്ട് ചെയ്യാം. അപ്പൊ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നല്ല, ചെയ്തിട്ടില്ല. ഇതവിടെ ഇരുന്നിട്ട് ഇപ്പൊ കണ്ടല്ലേ 1 ലക്ഷത്തിന്റെ കളി, 1.5 ലക്ഷത്തിന്റെ കളി കണ്ടില്ലേ. അതേപോലെ ടൈപ്പിംഗ് ആണ്. നിങ്ങൾ നോക്കുക, ഈ സ്ഥാനാർത്ഥിക്ക് എത്ര, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ. അടിക്ക് 1 ലക്ഷം അടിക്ക്, ഉടനെ ഒറ്റടിയാണ് ടൈപ്പിങ്. 1 ലക്ഷത്തിൽ ചില്ലാനം അടിച്ചു കിട്ടണം. അപ്പോ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താണ്, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പിന്നെ നിങ്ങളിൽ പലരും, രാഹുൽ ഗാന്ധി ആയാലും ആരായാലും, നിങ്ങളിൽ പലരും പോലും എത്തണമെന്നുണ്ടെങ്കിൽ നിരവധി വർഷം കഴിയും. ആ സംഗതിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇവർ ഫുൾ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് കളിക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ അക്കങ്ങൾ വരില്ല എന്ന് ഉറപ്പാണ്. ആരും തന്നെ അവിടെ പോയിട്ട് വോട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് 2 തെളിവ്. ഒന്ന് ഇത് സാഹചര്യ തെളിവാണ്, മറ്റേത് റിയൽ തെളിവാണ്. അതായത് ഗ്രൗണ്ടിൽ നടക്കുന്ന പല സംഗതികൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഗതികൾ, അത് ഈ ഗ്രൗണ്ടിൽ നടത്താൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ, ഒരു തരത്തിലും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വേശ്യാലയത്തിലാണ് ഇത് നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് വീണ്ടും 1-2 പിന്നെ തെളിവുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ ഇനിയിപ്പോ കുറച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ പലതും കാണിക്കും. പക്ഷെ ഇതിപ്പോ കാണിച്ചത് കൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ
കാലഘട്ടത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമിത് ഷാ മോദി അവിടെ ഇരിക്കുന്നത് തന്നെ നിങ്ങൾ എന്താ കാണിച്ചോ, ഞങ്ങൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അത് അറിയും ചെയ്യാം, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ധാർഷ്ട്യമാണ് അവർ കാണിക്കുന്നത്. പിന്നെ ഇവര് ഈ അമിത് ഷാ മോദിയും തെരഞ്ഞെടുപ്പിന്റെ മോദി കമ്മീഷനും ഇവരിപ്പൊ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ ജനങ്ങളുടെ ശ്രദ്ധ അവരുടെ ആ ബിൽഡിങ്ങിലേക്ക്, മോദി കമ്മീഷൻ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടല്ലോ ഡൽഹിയിൽ, അതിലേക്ക് വരാതിരിക്കണം. അതിനുള്ള സർവ്വ കളിയും കളിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒന്ന് രണ്ട് തെളിവ് കാണാം, പിന്നെ ബാക്കി ഞാൻ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, എന്താ വരണം ആദ്യത്തേത്, അത് ഓക്കെ, ഇതും തുടങ്ങാം നമുക്ക്. ബീഹാറിൽ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, CPIM തോന്നുന്നുണ്ട്, അല്ല CPI. കേരളത്തിലെ CPI CPIM ഒക്കെ എന്താന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പിന്നെ ഇതൊന്നും മിണ്ടൂല കേട്ടോ, അവരിതൊന്നും മിണ്ടൂല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതിന്റെ ഗുണം കിട്ടാൻ പോവാണ്, അപ്പൊ അവർ മിണ്ടൂല. പക്ഷെ ബീഹാറിലത്തെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല പാര കിട്ടി, മറക്കാൻ പറ്റാത്ത പാര. അപ്പൊ അതുകൊണ്ട് അവർ സത്യം വിളിച്ചു പറയുന്നു. എന്താണ് അവർ പറഞ്ഞതിൽ കാര്യം ഉണ്ട്, ഇത് കേട്ടൊക്കെ. CPI ചെയ്തത് പിന്നെ 10,000-ലേറെ വോട്ടുകൾ, വോട്ടിംഗ് യന്ത്രത്തിൽ വെറും 300 വോട്ട്. ബീഹാറിലെ നളന്ദയിൽ അട്ടിമറി നടന്നതിന് തെളിവുമായി CPI. ഇതെന്താ സംഭവം അറിയോ? ഒരു സ്ഥലത്ത് എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾ ഉണ്ടെന്നുള്ളത് ആ അംഗത്വം എടുത്ത സ്ലിപ്പ് ഉണ്ടാവും, അതിൽ നിന്ന് മനസ്സിലാക്കാം വ്യക്തമായിട്ട്. ഇനി അതല്ലാതെ തന്നെ ചിലർ അംഗത്വത്തിണ്ടാവില്ല, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ പ്രവർത്തകരായിരിക്കും, അങ്ങനെയുണ്ട്. അത് തന്നെ ഒരുപാടുണ്ടാവും. അത് ഇവരുടെ സമ്മേളനത്തിലോ എന്തെങ്കിലും പ്രത്യേക പരിപാടിയിലൊക്കെ വരുമ്പോൾ കാണാലോ, ഒരുപാട് ജനം ഉണ്ടാവും ഒരു സ്ഥലത്ത് തന്നെ. ഒരുപാട് സ്ഥലത്തെ കാര്യമല്ല പറയുന്നത്, ഇപ്പൊ നളന്ദ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നളന്ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ ധാരാളം പറഞ്ഞാല് 1,00,000-ന്റെ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുണ്ട്. 1,00,000 ചിലപ്പം കുറവായിരിക്കും, മീൻസ് അവിടെ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ അത്ര തന്നെ ഉണ്ട്. അപ്പൊ അവിടെ ജയിച്ചു തോറ്റു എന്നുള്ളതല്ല നമ്മളെ പ്രശ്നം. നമ്മളെ പ്രശ്നം എന്താ വെച്ചാല് ഇവര് ഈ 10,000 കണക്കിന് വോട്ട്, 1,00,000 ഏതായാലും പറയണ്ട. 1,00,000 എന്നൊക്കെ പറഞ്ഞ സംഘികൾ പറയാം അതൊക്കെ അങ്ങനെയല്ല എന്ന് പറയും. അപ്പൊ വേണ്ട, 1,00,000-ൽ നിന്ന് കുറച്ച് 10,000 കണക്കിന് ഒരു 20,000 വോട്ട് നിന്ന് പിടിക്കുക. അതെന്തായാലും കിട്ടിണ്ടാവില്ല, 20,000 വോട്ട് എന്തായാലും കിട്ടിണ്ടാവില്ലോ. കാരണം അവിടെ പാർട്ടിക്ക് അത്രയും പിന്നെ പ്രവർത്തകരുണ്ട്. അവിടെ യന്ത്രത്തിൽ വന്നത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓരോ ബൂത്തിലത്തെ കണക്കുണ്ടാവുമല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ വെറും 300 വോട്ട്. ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് മാത്രമല്ല, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ തന്നെ ചോദിക്കുകയാണ് ഞങ്ങളുടെ വോട്ട് എവിടെ പറഞ്ഞു. ആ ചോദിക്കുന്നവർ തന്നെ ഒരു 5,000 ഉണ്ട്. അപ്പോൾ 2 കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു, നിങ്ങൾ മനസ്സിലാക്കട്ടോ, വെറുതെ തട്ടിപ്പറത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു, 10,000 കണക്കിന് ആൾക്കാർ ഈ മെഷീനിൽ ഇങ്ങനെ 10,000 വേണ്ട, ഒരു 2,000 ആളൊന്ന് കൂട്ടുക, വന്നിട്ട് ഇങ്ങനെ അമർത്തി, അതുള്ള സത്യസന്ധമാണല്ലോ, അപ്പൊ അങ്ങനെ അമർത്തുന്നു, അവരുടെ ചിഹ്നം കാണുന്നു, അവർ പോകുന്നു. അപ്പൊ ഈ വോട്ടിന്റെ കാണിക്കാത്തത് അവിടെ SIR സത്യസന്ധമാണ്. പിന്നെ ട്രെയിനിൽ ആൾക്കാർ ഈ ഹരിയാനയിൽ നിന്ന് വന്ന് വോട്ട് ചെയ്ത് സത്യസന്ധമാണ്. സ്ത്രീകൾക്ക് 16 രൂപ കൊടുത്തത് സത്യസന്ധമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധമാണ്. ഇതൊക്കെ സത്യസന്ധമാണെങ്കിൽ ഈ ചെയ്ത വോട്ട് എവിടെ പോയി? എന്താ ഈ മെഷീൻ സത്യസന്ധമല്ലേ? ലോകത്ത് ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഏക മെഷീനാണുള്ളത്. എന്താ സത്യസന്ധമല്ല? ഈ വോട്ടൊക്കെ ഇവിടെ ആവിയായി പോയോ? അപ്പോ സംഭവം മനസ്സിലാക്കേണ്ട. അപ്പൊ ഇതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, SIR-ലോ പൈസ കൊടുത്തിട്ടോ മോദിയുടെ മാജിക്കോ, മോദി മാജിക് അല്ല, മോദിയുടെ വിശ്വഗുരു ഇമേജ് കണ്ടിട്ടോ ഒന്നുമല്ല ഈ ജയിക്കുന്നത് ആ ലാസ്റ്റ് പോയിന്റിൽ വെച്ച് അങ്ങോട്ട് തട്ടിപ്പറത്തുക. അത് വോട്ടിംഗ് മെഷീനെങ്കിൽ വോട്ടിംഗ് മെഷീൻ, അവരുടെ സിസ്റ്റത്തിലെങ്കിൽ സിസ്റ്റത്തിൽ, എവിടെ കുണ്ടായാലും എവിടെയായാലും അല്ല, ഞങ്ങൾക്ക് ജയിക്കണത്തുള്ളൂ. ഇനിയിപ്പോ വോട്ടിംഗ് മെഷീൻ കറക്റ്റ് ആയിട്ട് കാണിച്ചെന്ന് കൂട്ടുക. ഏതെങ്കിലും വല്ല വോട്ടിംഗ് മെഷീൻ ശരിക്കും കാണിച്ചു കണക്ക്, അപ്പൊ അവിടെ പിന്നെ മറ്റൊരു കോൺഗ്രസ് പാർട്ടിയോ വല്ല എതിർ പാർട്ടി ജയിക്കുമല്ലോ, ഇന്ത്യ സഖ്യത്തിന്റെ ഏതെങ്കിലും പാർട്ടി ജയിക്കുമല്ലോ. ജയിച്ചാലും പ്രശ്നമില്ല. എന്താണ് ഇന്നലെ കാണിച്ചില്ലേ, ജയിച്ച ഒരാളിനെ എങ്ങനെയാണ് തോൽപ്പിച്ചത്? ഒരു റൗണ്ട് കൂട്ടിയിട്ട് അതിൽ കുറെ എണ്ണം കുത്തി നിറച്ച്. അത് എങ്ങനെ കുത്തി നിറക്കണത്? ടൈപ്പ് ചെയ്ത് വരുന്ന വേറെ ഇല്ലല്ലോ, വേറെ ഒരു ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് കാണിച്ചു തന്നല്ലേ. അങ്ങനെയും ജയിപ്പിക്കും. വോട്ടിംഗ് മെഷീൻ പ്രവർത്തിച്ചോ പ്രവർത്തിച്ചില്ലേ ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾ അവസാനം നോക്കും, വെബ്സൈറ്റിൽ ഇടുന്നതിന് മുന്നേ
BJP-ക്കാർ ജയിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടില്ലേ? ഒറ്റടി അവിടെ വെച്ച് ജയിപ്പിക്കും എന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഈ 16 കണക്കിനുള്ള വോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിച്ച ഒരു ചോദ്യം വരുമല്ലോ. അപ്പൊ ഇതൊക്കെ സത്യസന്ധമാണെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ലല്ലോ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങള് ഇത് പൂരിപ്പിക്കണട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ പൂരിപ്പിച്ചാൽ കറക്റ്റായിട്ട് ഇങ്ങനെ വോട്ടിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 16 വോട്ട് എവിടെ പോയി? 16 വോട്ടല്ല, 16 കണക്കിന് വോട്ട് എവിടെ പോയി? അങ്ങനെ അത് ആവിയത്. അപ്പൊ ഒന്നും സത്യസന്ധമല്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണിത്. ഇന്നലെ കാണിച്ചതിന്റെ കൂടെയുള്ള മറ്റൊരു തെളിവാണിത്. ഇനി ഓക്കെ, ഈ പുഷ്പം പ്രിയ ചൗധരി കേസ് എന്താ അറിയോ? അതായത് പുതിയ പാർട്ടി ആണെങ്കിലും 143 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. മാത്രമല്ല ആദ്യത്തെ തെരഞ്ഞെടുപ്പല്ല, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തതാണ്. കുറച്ച് പുതുതാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 1000 പോളിംഗ് ബൂത്ത് ഉണ്ടാവുന്ന കൂട്ടുക. 1000 കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഒക്കെ ഉണ്ട്, പക്ഷെ 1000 കൂട്ടുക. ഈ 1000 പോളിംഗ് ബൂത്തിൽ നിന്ന് ഈ സ്ത്രീക്ക് കിട്ടിയ വോട്ട് എത്ര അറിയോ? 1423, അങ്ങനെ ഒരക്കത്തിലാണ് കിട്ടിയത്. പക്ഷെ അത്ഭുതമല്ല. ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും പുതിയ പാർട്ടിയില്ലേ ആരും വോട്ട് ചെയ്തിട്ടുണ്ടാവും, കാരണം മോതിര പ്രഭാവത്തിൽ ആരും മറ്റേ ഈ സ്ത്രീക്ക് വോട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും നിങ്ങൾ പറയും. പക്ഷെ പ്രശ്നമല്ല. ഇവിടെ പ്രശ്നം ഈ സ്ത്രീയുടെ നാട്ടിലുള്ള പോളിംഗ് ബൂത്ത് ഉണ്ടല്ലോ, ആ പോളിംഗ് ബൂത്തിൽ 0 വോട്ടാണ് കിട്ടിയത്. 0 വോട്ട്. ആ സ്ത്രീ സ്വന്തം വോട്ട് ആ സ്ത്രീക്ക് വേണ്ടി ചെയ്യല്ലോ വോട്ട് ചെയ്തത് സ്വന്തം പേരിൽ തന്നെയാണ്. ആ സ്ത്രീക്ക് അത് പോകുന്നുണ്ടാവുമല്ലോ. അങ്ങനെ സ്വന്തം പേരിലാണ് വോട്ട് ചെയ്തത്. ആ ഒരു വോട്ട് പോലും വന്നിട്ടില്ല. ആ സ്ത്രീക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അയൽപക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, 1000കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട് ഒരു സ്ഥലത്ത് തന്നെ. ഇനി വേറെ ആരും ചെയ്യണ്ട. ഇത് ഇവർ ചെയ്താൽ തന്നെ ഒരു 5000 വോട്ട് കണ്ടല്ലേ? 5000 വേണ്ട, 2000 വോട്ട് കണ്ടല്ലേ? ആ പോളിംഗ് ബൂത്തില് വട്ടാപൂജ, സ്വന്തം വോട്ട് പോലും കാണിക്കുന്നില്ല. അസം BJPക്കും മറ്റവർക്കും ഭയങ്കരമായിട്ട് വോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ സ്ത്രീ ചോദിക്കുകയാണ് എന്റെ വോട്ട് എവിടെ പോയി? അപ്പൊ ഈ കേസിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ, ചെയ്ത വോട്ട് എവിടെ പോയി? SIR ഭയങ്കര സത്യസന്ധമാണെങ്കിൽ ആ വോട്ട് എവിടെ പോയി? പിന്നെ പെട്ടെന്ന് 3 ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്ത്, 1 കോടി ആൾക്കാർ വോട്ട് ചെയ്ത്, 5 കോടി ആൾക്കാർ വോട്ട് ചെയ്ത്. മഹാരാഷ്ട്രയിൽ എത്രയാണ്? 65 ലക്ഷം ഒക്കെ വോട്ട് അധികം വോട്ട് എണ്ണുന്ന ദിവസം വരുന്നത്. ഈ ലക്ഷക്കണക്കിന് 65 ലക്ഷം പറഞ്ഞ ചെറിയ ഇതാക്കാണോ? അപ്പൊ ഈ 65 ലക്ഷം വോട്ടൊക്കെ എവിടുന്നാ വരുന്നത്? ആരോട് വരുന്നില്ല, പോളിംഗ് ബൂത്തിലേക്ക് ആരും വരുന്നില്ല. അതുറപ്പല്ലേ? ഇവിടെയും പോളിംഗ് ബൂത്തിൽ ചെയ്ത വോട്ട് അപ്രത്യക്ഷമാവുന്നു, ചെയ്യാത്ത വോട്ട് പ്രത്യക്ഷപ്പെടുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ സാഹചര്യ തെളിവ്. ഇതൊക്കെ അവിടുന്ന് അക്കങ്ങൾ മാറ്റിയടിച്ച് അറേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ ഡൽഹിയിലുള്ള അവരുടെ മോദി കമ്മീഷന്റെ ബിൽഡിങ്ങിൽ നിന്ന്. അല്ലാതെ വേറെ റോട്ടിൽ ആർക്കും ചെയ്യാൻ പറ്റൂലല്ലോ. റോട്ടിലോ തോട്ടിലോ വീട്ടിലോ ചെയ്യാൻ പറ്റൂലല്ലോ. ഇപ്പൊ ഇത് അവിടെ BJP-ക്കാർ ഇരുത്തിയ കൊള്ളക്കാരെന്നല്ലോ ഏജന്റുമാര് ഈ അക്കം മാറ്റിയടിക്കാന്. അവർക്ക് എന്താ അബദ്ധം സംഭവിച്ചതാ? ഇസ്രയേലിന്റെ പേര് തിരിച്ചറിയില്ല തോന്നുന്നുണ്ട്. ഇയാൾ ഇസ്രയേക്ക് 0 വോട്ടിട്ട് മറ്റവർക്കൊക്കെ ഇത്രയും വോട്ടിട്ട്. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അവർക്ക് കുറച്ച് വോട്ടിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇവരുടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ നേതാക്കന്മാര്, വാപ്പമാര്. അപ്പൊ ഈ സ്ത്രീനെ മറന്ന് ഈ സ്ത്രീക്ക് 0 വോട്ടിട്ട് ഒന്നിട്ടുണ്ടാവില്ല. ആ സിസ്റ്റം 0 എന്ന് കാണിക്കുകയാണ്. ഇതാ എന്താണ് ഈ കാണുന്നത്? ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. അതിനിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇത് BJP-ക്കാർ ജയിച്ചതാണിട്ടത്. ഭാരതീയ ജനതാ പാർട്ടി കാണല്ലേ? ഇവിടെ 4 ആളെ കാണുന്നുണ്ട്. പക്ഷെ 4 ആളല്ല. ഇങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥാനാർത്ഥികളാണ്. 243 സ്ഥാനാർത്ഥികളുണ്ടല്ലോ. അതിൽ ചുരുങ്ങിയത് 50, 60, 100 അതിലും കൂടുതൽ ചിലപ്പം സ്ഥാനാർത്ഥികളുടെ പിന്നെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഇതാ കാണിച്ചു തരാം. സമ്രാട്ട് ചൗധരി ജയിച്ചു. എത്ര വോട്ടിനൊന്ന് വായിച്ചേ? 1,22,480. ഓക്കെ, മുമ്പർക്ക് കിട്ടിയ വോട്ടാണത്. മുമ്പ് ജയിച്ചത് 45,000. അതൊന്ന് മാറ്റി വെക്കുക. മുമ്പർക്ക് കിട്ടിയ വോട്ട് അത് ശ്രദ്ധിക്കുക. അപ്പോ സമ്രാട്ട് ചൗധരിക്ക് കിട്ടിയത് 1,22,480. ശരി, അത് ജയിച്ചു. പിന്നെ അടുത്തത്
വിജയ് കുമാർ സിൻഹ ഭാരതീയ ജനതാ പാർട്ടി. മൂപ്പർക്ക് എത്ര വോട്ടാ കിട്ടിയെന്ന് വായിച്ചേ, ഒന്ന് ഉറക്കം വായിച്ചേ. 1,22,408. മേലെ എത്ര ഇരുന്ന് 480. അപ്പൊ 8ഉം 0 അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ടൈപ്പ് ചെയ്ത് മാറ്റിയത്? ഒരേ അക്കം. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 1,22,000 രണ്ടുപേർക്കും 1,22,400 വരെ കറക്റ്റ് ആണ്. രണ്ടുപേർക്കും 400 വരെ കറക്റ്റ് ആണ്. പക്ഷെ 0 താഴത്തും 8 മേലെയും. ഇങ്ങനൊരു ഫലം വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്നാ പഠിച്ചു അടുത്തത് ഇതാ വരുന്നത്. ഇത് കൊലച്ചിരിക്കേണ്ട സംഗതിയാണ്. അടുത്ത BJP നിരാജ് കുമാർ സിൻഹ 1,22,400 എത്രയാണ് 91. അപ്പൊ 1,22,400 വരെ ഇവിടെയും ശരിയാണ്, ഇവിടെയും ശരിയാണ്, ഇവിടെയും ശരിയാണ്. ഇവിടെ 91 അപ്പൊ 80 ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ 11 കൂടി കൂട്ടി ഇവിടെ. ആരാണ് ഇത്രയും കൃത്യമായിട്ട് അക്കം അടിച്ചിട്ടില്ല? അവസാനത്തെ അക്കം മാത്രം മാറ്റി മാറ്റി അടിക്കുന്നത്. ഇത് ജനങ്ങൾ കൊടുത്ത വോട്ടിന്റെ എണ്ണമാണ് എന്ന് നിഷ്കളങ്കമായ നിങ്ങളിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അടുത്ത പിടിച്ചോ. എന്താ പറഞ്ഞ് 1,00,000. കൃഷ്ണകുമാർ ഋഷി ഭാരതീയ ജനതാ പാർട്ടി 1,22,400 വരെ കറക്റ്റ് ആണ്. പിന്നെ അടുത്ത നമ്പർ എന്താണ്? 94. ഇനി ഞാനിതൊക്കെ നുണ കാണിച്ചു തരാണ് നിങ്ങൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കിക്കോ. ഇത് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വെബ്സൈറ്റ്, അവരുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ടാണിത്. അതുകൊണ്ട് ഞാൻ നുണ പറയാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ആ സംശയം നിങ്ങൾ തീരും. ഓക്കെ, ഇവിടെ വരാം. അപ്പൊ ഇവിടെ എന്താണ് 1,22,400. അത് 400. അത് 4 പേർക്ക് ഒരേ അക്കം. വെറും അവസാനത്തെ അക്കത്തിൽ ഡിങ് 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 പറഞ്ഞുകൊണ്ട് ചാടുകയാണ്. കണ്ടില്ലേ? കണ്ടോ നിങ്ങള്? ഇനി അപ്പൊ നിങ്ങളുടെ കുറച്ചെങ്കിലും സംശയം മാറിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 1,22,000 കോപ്പി പേസ്റ്റ് ആണ്. സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ 2 അക്കം അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ആരാണ് ഈ മാറ്റിയടിക്കുന്നത്? ഓടേ തമ്പ്രാൻ ആകാശത്ത് വന്നോ ഇത് മാറ്റിയടിക്കാന്? നമുക്കൊന്ന് പങ്കെടുക്കാം തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ട് പടച്ചം വന്നോ, ദൈവം വന്നോ? അപ്പൊ ആരാണ് ഇത് അടിച്ചു കയറ്റുന്നത്? വെബ്സൈറ്റിലേക്ക് ആരാണ് ഇത് ഡാറ്റ എൻട്രി ചെയ്യാം? കോൺഗ്രസ് പാർട്ടിക്കാരല്ലോ, BLO അല്ലല്ലോ, BLA അല്ലല്ലോ. പട്ടണയിൽ ആരും ചെയ്യാൻ പറ്റൂല, ആർക്കും ചെയ്യാൻ പറ്റൂലല്ലോ. ആരാ ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനൊന്നും നിങ്ങൾ പ്രവർത്തിപ്പിക്ക്. ആരാ ചെയ്യുന്നത് ഇത്? ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇനി കാണിച്ചു തരാം. പേടിക്കണ്ട, സമാധാനപ്പെട്. ഇത് മാത്രമല്ല തെളിവ്, കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ കൊലച്ചിരിച്ചത്. കാരണം അവസാനം ഞാൻ പറഞ്ഞോടത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ സംശയം ഇത് മാത്രല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ വേറെ ഉണ്ട്. ഈ ഡിക്റ്റോ അക്കങ്ങൾ വേറെ ഒരുപാട് സ്ഥലത്തുണ്ട്. പക്ഷെ ഇത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരാണ് ടൈപ്പ് ചെയ്ത് കയറ്റുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഒരുപാട് അവരുടെ ഏജന്റുമാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ തട്ടിപ്പ് ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് ചമ്പൽക്കൊള്ള. ഞാൻ ആ ബിൽഡിങ്ങിനെ പറയുന്ന പേരാണ്. 2 പേര് ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന് ചമ്പൽക്കൊള്ള സങ്കേതം ഞാൻ പറയാറുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2-3 ലെയർ സെക്യൂരിറ്റി വെച്ചിട്ട് വെറുതെ അല്ല, കാരണം ഇതാണ് സംഭവം. പിന്നെ ആ ബിൽഡിംഗ് ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് വ്യഭിചാരശാല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എന്തിനാണ് പറയണെന്നുള്ളത്? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് അടുത്ത് പിടിച്ചോ. എന്താ വരുന്നത്? പേടിക്കണ്ട. നിങ്ങളുടെ സംശയം തീർത്തിട്ടല്ലേ ഞാൻ പോവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളുടെ സംശയം തീർത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഇതാ വരും. ഇനി ഇതിനേക്കാൾ ദയനീയമായ ഒരു സംഗതി ഇവർ ചെയ്തു വെച്ച്, അതും കൂടി കാണുക. ആര്? BJP കാര്യം പറയണം. BJP अमित मोदी कंडोके मनीष तिवारी नाम के ट्विटर हैंडल से लिखा गया. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇതാണ് ശരിക്കുള്ള ടൈപ്പ് ചെയ്ത് കയറ്റുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇവിടെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി കണ്ടത് അത് വലുതാക്കി കാണിച്ചു തരാം. 24 റൗണ്ട് അത് ഒരു മിനിറ്റ് കാണിച്ചു തരാം. എന്താ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. അതായത് 24 റൗണ്ടാണ് ആകുള്ളത്. 22/24 എന്ന് പറഞ്ഞാൽ എന്താണ്? 22/24 റൗണ്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ അർത്ഥം എന്താണ്? 24 റൗണ്ടേ ഉള്ളൂ. അതിലത്തെ 22 റൗണ്ട് നടന്നു കഴിഞ്ഞു എന്നാണ് എന്റെ അർത്ഥം. ശരിയല്ല? അപ്പൊ 24 റൗണ്ടേ മാക്സിമം പോയാലുള്ളൂ എന്ന് മാത്രമല്ല, അത് അവിടെ വോട്ട് കൗണ്ടിങ് സെന്ററിൽ ഇരിക്കുന്ന
പ്രതിപക്ഷ പാർട്ടിക്കാരോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. 24 റൗണ്ടേ ഉള്ളൂ. കാരണം ആ മെഷീൻ ഇങ്ങനെ അടുക്കി വെക്കുമല്ലോ. അപ്പൊ 24 ലൈനേ ഉള്ളൂ. ഏതൊരു മണ്ഡലത്തിൽ വന്നതാണ്, അത് 24 ലൈനേ ഉള്ളൂ. അപ്പൊ അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ 24 മെഷീനാണ് ഇരിക്കുന്നത്. അപ്പൊ 24 റൗണ്ടാണത്. അപ്പോ അതുകൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ 24 റൗണ്ട് ഇടുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഡൽഹിയിൽ ഇരുന്നിട്ട് 24 ഇടുകയും ചെയ്തു. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ നിങ്ങൾ കാണുകയും ചെയ്യാം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് കാണിച്ചു തരാൻ ഞാൻ പോകുന്നുള്ളൂ. ഇതാ 22/24 കാണുന്നുണ്ട് അവിടെ. ഈ ആളുടെ മേലെ ഈ എന്താണ് അഭിഷേർ രഞ്ജൻ പറഞ്ഞ ആളുണ്ടല്ലോ ഇവിടെ കാണിക്കണേ. അയാളുടെ തല നേരെ മേലെ നോക്കിയ സ്റ്റാറ്റസ് ഓൺ റൗണ്ട് കണ്ടല്ലേ, സ്റ്റാറ്റസ് ആസ് ഓൺ റൗണ്ട് എന്ന് എഴുതിയിട്ട് തന്നെ ഉണ്ട് അവിടെ. അപ്പൊ 24 റൗണ്ടാന്ന് ഉറപ്പല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഇനിയാണ് മാജിക്, ഇനിയാണ് മോദി മാജിക് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ മാജിക് നിങ്ങൾക്ക് കണ്ട മോദി മാജിക് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കും. ഇതാ വരുന്നത് कि ये चनपटिया से कांग्रेस उम्मीदवार अभिषेक रंजन है। उन्होंने चुनाव आयोग की वेबसाइट से मतगणना के दौरान 24वें राउंड की जो काउंटिंग चल रही ഓക്കെ, ഇനി നോക്കി നോക്കിയേ, അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു മാജിക് നടന്നിരിക്കുകയാണ്. എന്താണ് മാജിക്? കാണിച്ചു തരാം. എന്താ പേടിക്കണ്ട, വലുതാക്കി തന്നെ കാണിച്ചു തരാം. ഇനിയും വലുതാക്കണമെങ്കിൽ ഇനിയും വലുതാക്കാം. ഇപ്പൊ എന്താ കാണുന്നത് ഇവിടെ? ഇപ്പൊ എന്താണ് കാണുന്നത്? സ്റ്റാറ്റസ് ആസ് ഓൺ റൗണ്ട് 24/25 കണ്ടോ? ഇത് അവരുടെ വെബ്സൈറ്റിൽ കേട്ടോ, 24/25. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഒരു റൗണ്ടും കൂടി ബാക്കിയുണ്ട്. 24 റൗണ്ട് കഴിഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞിരുന്നത്. 24 റൗണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 24 റൗണ്ട് കഴിഞ്ഞ് ജയിച്ചു. ആര്? കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ചു. ഈ പറഞ്ഞ ഒരാള് ജയിച്ചു. ജയിച്ചപ്പോ ഇവര് പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇപ്പൊ കിട്ടും പറഞ്ഞിങ്ങനെ കാത്തിരിക്കരുത്. നോക്കുമ്പോ എന്താ കാണുന്നത്? ടക്ക് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ 25ാമത്തെ റൗണ്ട് ബാക്കിയുണ്ട്. അപ്പൊ ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ടെന്ന് കാണിക്കുകയാണ്. അതെവിടുന്ന വന്നത്? അത് ആരാണ് ടൈപ്പ്? ആ 24, 25 ആരാക്കി? അത് എങ്ങനായി? താനാവൂലല്ലോ. അപ്പൊ അവിടെ ഇയാൾ ഈ കോൺഗ്രസ് പാർട്ടിക്കാരൻ ജയിച്ചപ്പോ അമിത്ഷാ പറഞ്ഞല്ല, അയാൾ ജയിച്ചെങ്ങനെ ശരിയാവുക? അത് പറ്റൂല, അയാളെ തോൽപ്പിക്ക്. അപ്പൊ നമുക്ക് മറ്റാളെ ജയിപ്പിക്കാൻ പറ്റൂല, നമ്മളാണല്ലേ തോൽപ്പിക്കുന്നു പറഞ്ഞപ്പോ എന്താക്കി? വേറെ വഴിയില്ലല്ലോ, ഇത് പ്രഖ്യാപിച്ചില്ലേ, ജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലേ. 24 റൗണ്ട് കഴിഞ്ഞ് കോൺഗ്രസ് പാർട്ടി ജയിക്കും ചെയ്ത്. അപ്പൊ എന്ത് ചെയ്ത്? ആരും കാണൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മാറ്റില് 25 റൗണ്ട്, ഒരു റൗണ്ട് കൂടി പറഞ്ഞാക്കി. ആ റൗണ്ടിൽ ചെന്നല് നടന്നു എന്ന് പറയുന്നത് ആര് കണ്ട്? പിന്നെ കാണിക്കുന്നത് ഇയാൾ തോറ്റു എന്നാണ്. ഈ ജയിച്ച ആള് തോറ്റു എന്നാണ് പിന്നെ കാണിക്കുന്നത്. പറഞ്ഞു കേൾക്ക്, എന്നിട്ട് പിന്നെ ഞാൻ ബാക്കി പറഞ്ഞുതരാം. उस वक्त का स्क्रीनशॉट उन्होंने डाला। 24वें राउंड की स्क्रीनशॉट का एक फोटो था, एक तस्वीर थी। उसके बराबर में अचानक से 25वें राउंड की भी थी। उन्होंने लिखा कि जब काउंटिंग शुरू हुई तो वहां 24 राउंड की मतगणना थी, सिर्फ 24 राउंड होने थे और 24वें राउंड में कांग्रेस के उम्मीदवार आगे निकल गए थे, यानी जीत चुके थे, लेकिन घोषित नहीं किया गया था चुनाव आयोग की तरफ से। उन्होंने लिखा कि जैसे ही बीजेपी का उम्मीदवार हारा, वेबसाइट पर अचानक से 25वां राउंड लिख दिया गया। अब ये 25वां राउंड कहां से आया? मतगणना की शुरुआत में ही 24 राउंड थे, ईवीएम उसी हिसाब से डिवाइडेड थी, ईवीएम उसी हिसाब से खुलनी थी। अचानक से 24 राउंड पूरे होने के बाद जब 24वां लिखा आ रहा था, कांग्रेस जीत चुकी थी, सर्टिफिकेट आप दे नहीं रहे थे, अचानक 25वां राउंड कहां से आया? നിഷ്കളങ്കരായ ആൾക്കാർക്ക് സംശയമുണ്ടോ? അവരുടെ വെബ്സൈറ്റിൽ നോക്കിയിരിക്കുകയാണേ. കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി ഇപ്പൊ കൗണ്ടിങ് ഇതിന്റെ ഉള്ളിലല്ലല്ലോ, വെബ്സൈറ്റിൽ നോക്കിയിരിക്കല്ലേ ജയിച്ചോ ഇല്ലെന്ന് അവര് വെബ്സൈറ്റിൽ നോക്കുക. അപ്പോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലോ പിന്നെ പറയാം അങ്ങനെ ഒന്നും ഉണ്ടായില്ലേ, നുണ പറയാന്ന് പറയും. ആ സ്ക്രീൻഷോട്ട് എടുത്തത് കാരണം രക്ഷപ്പെട്ട്. കാരണം ജയിച്ചു എന്ന് പറയുമ്പോ വിജയിച്ച അത് സ്ക്രീൻഷോട്ട് എടുക്കില്ല. ഞാൻ ജയിച്ചല്ലോ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുക്കല്ലോ. അപ്പൊ 24 കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്നത് പിന്നെ എണ്ണല് കഴിഞ്ഞിട്ടില്ല, 25ാമത്തെ റൗണ്ട് കൂടി ഉണ്ട് പറഞ്ഞ് കാണുകയാണ്. എന്നിട്ട് അതിൽ തോൽക്കാണ്. ഇതെന്ത് മറിമായമാണ്, ഇതെന്ത് മാജിക്കാണ്? ഇതാണ് മോദി മാജിക്ക്. നിങ്ങൾ പറഞ്ഞു വിശ്വസിച്ചല്ലേ, ഇതാണ് മോദി മാജിക്ക്. അപ്പൊ ഈ 25 ടൈപ്പ് ചെയ്ത് കയറ്റി. അത് എങ്ങനെ കയറ്റി? ഇവര് ജയിച്ചെന്ന് കണ്ടപ്പോ ഇത് എന്ത് ഇലക്ഷനാണിത്? എന്ത് കുന്തത്തിമത്തെ ഇലക്ഷനാണിത്? രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബായിട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കാണിക്കോ? ചത്ത കാണിക്കോ? മറ്റേ രാഹുൽ ഗാന്ധി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം നടത്തി.
പ്രധാനപ്പെട്ട തെളിവൊന്നും കാണിച്ചില്ല. മൂപ്പര് ആകെ പറയുന്നത് വോട്ടർ പട്ടിക വോട്ടർ പട്ടിക വോട്ടർ പട്ടിക വോട്ടർ പട്ടിക, എല്ലാവരും ശ്രദ്ധ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കാഷ്നട്ട് വലിച്ചുകൊണ്ട് പോവാ, പ്ലയറിട്ട് വലിച്ച് കാഷ്നട്ട് കൊണ്ടുപോവാണ് അടി കൂടെ. ഇവിടെ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക. ഇതൊക്കെ എന്താണ്? ഇത് വോട്ടർ പട്ടികയിലെ പ്രശ്നമാണോ ഇത്? ഈ കൃത്യമായിട്ടുള്ള അക്കം വരുന്നു, മറ്റേ റൗണ്ട് മാറ്റുന്നു. ഇതിപ്പോ തുടക്കമായിട്ടുള്ളൂ. ഇപ്പോഴാണ് ആൾക്കാർ നോക്കി ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഇനിയിപ്പോ എത്ര പേരാൻ കിടക്കുന്ന ആര് കണ്ട്? നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അവര് കയറും, പോയി പലകടാ പറയും. നിങ്ങൾ ഭരണത്തിന്റെ ഇറങ്ങണമെന്ന് ആർക്കാ പറയാൻ ധൈര്യം ഉണ്ടാവുക? പറഞ്ഞവനെ ഇവിടെ ജയിലിടും. അത് അമിത്ഷാക്കും മോദിക്കും അറിയാം. ഭരണത്തിലെങ്കിലും കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർ കുറെ ചർച്ച ചെയ്യും, ഇവരൊക്കെ വീട്ടിൽ പോകുന്ന കഴിഞ്ഞ കാലത്തെ എല്ലാ അനുഭവത്തിൽ കൂടെ അവർക്കറിയാം. ഇതിലും വലിയ തെളിവെന്താ വേണ്ടത്? 24 റൗണ്ട് 25 പിന്നെ റൗണ്ട് നിങ്ങൾക്കറിയാലോ. പിന്നെ ഇതുണ്ടാവല്ലോ, നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ ഇതുണ്ടാവറൊക്കെ ഉണ്ടാവും. അത്ര അറിവില്ലാത്ത ആൾക്കാരൊന്നും ഇപ്പൊ നിങ്ങൾ 24 റൗണ്ട് എന്ന് പറഞ്ഞാൽ 24 മെഷീൻ ഇങ്ങനെ വരിക്കോടെ വെച്ചിട്ടുണ്ടാവും. അത് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. എന്നിട്ട് ചോദിച്ചാണ് എത്ര റൗണ്ട് ഉണ്ട് 24 എന്ന് ഇവിടുന്ന് പറയും. അപ്പോഴാണ് വെബ്സൈറ്റിൽ 24 റൗണ്ട് നീട്ടുക. അങ്ങനത്തെ വെബ്സൈറ്റിൽ എവിടുന്നാണ് 25 കയറി വന്നത്? മെഷീൻ ഇല്ലല്ലോ അവിടെ, 25 എണ്ണാനൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താണ് എണ്ണ? ഇവരുടെ അമിത്ഷാടും പിന്നെ മോദിയിലൊക്കെ തലച്ചോറിന്റെ ഉള്ളിലത്തെ ചാണകം എണ്ണ എന്താണ് എണ്ണ? പിന്നെ അവിടെ എണ്ണാനൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എണ്ണും ചെയ്ത് എവിടുന്നാണ് എണ്ണം വന്നില്ല വേണമെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ അക്കടിച്ച് കയറ്റാണ്. എന്ത്? കോൺഗ്രസ് പാർട്ടിക്കാരൻ തോറ്റ് മറ്റവൻ 1000, 300, 800 എന്തെങ്കിലും കിട്ടാൻ മതിയല്ലോ, ജയിച്ചാൽ മതിയല്ലോ, ഒരു വോട്ടിന് ജയിച്ചാൽ മതിയല്ലോ. അധികാരം പിന്നെ അവരുടെ കയ്യിലല്ലേ. പിന്നെ ആരപ്പോ ഇതൊക്കെ നോക്കണത്? അങ്ങനെ ചെയ്തിരിക്കുകയാണ്.